ഇസാക്കേ ഇഷ്ടായ ടേസ്റ്റ് ഉണ്ടാ? ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, സുക്കിനി ഇങ്ങനെ കുറച്ച് നമുക്ക് ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു തട്ടിക്കുട്ട് സാമ്പാറാണ് കേട്ടോ. ഒന്നെങ്കിൽ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മഞ്ഞ കളറിലുള്ള പരിപ്പ് നമുക്ക് DM ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നമുക്ക് നാട്ടിൽ നിന്ന് വേപ്പില കൊണ്ടുവരുന്ന സമയത്ത് ഫ്രോസൺ ചെയ്ത് കൊണ്ടുവരാതെ നന്നായി കഴുകി ഉണക്കി ഇങ്ങനെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിലിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമ്പാർ കഷ്ണം പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കതേ ഈ കാണുന്ന 3 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിലോട്ട് ഈ കാണുന്ന ഐറ്റംസ് എല്ലാതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റി വരിക. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർക്ക് അതേ വെന്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈ പരിപ്പിന് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുണ്ടാ. പിന്നെ നമ്മുടെ പുളിവെള്ളം ഇതിലോട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ സാമ്പാർ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും പിന്നെ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. വേറെ എക്സ്ട്രാ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും എല്ലാതും ഒന്ന് ബാലൻസ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച കഷ്ണങ്ങളുണ്ടല്ലോ അതിൽ എല്ലാം നമ്മൾ അരിഞ്ഞിട്ടിട്ട് തക്കാളി ഇല്ല കേട്ടോ അതിനെ ഒഴിവാക്കി അതെല്ലാം നമ്മളിട്ടിട്ട് ഒരു അവിയലും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ അതെ ഈ കാണുന്ന യോഗേട്ടിന് കുറച്ച് പുളിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി പുളി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരോ അല്ലെങ്കിൽ നാരങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സാമ്പാറും അവിയലും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വാവ്, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ പറയാനുള്ളതില്ല എങ്കിലും നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്തോളൂ.